കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ എന്തായി കാണുന്നേ? വിഷ്ണുട്ടാ എന്തായി കാണിക്കുന്നേ? നിലത്ത് നിർത്ത്. ഫോട്ടോ എടുക്കാം, എന്നിട്ട് ഭാമാന്റിക്ക് കാണിച്ചു കൊടുക്കാം. വിഷ്ണുട്ടാ ആരെങ്കിലും ഒക്കെ കാണുന്നു. തെറ്റിയല്ലോ. വിഷ്ണുട്ടാ ഇന്നൊന്ന് താഴെ നിർത്ത്. വിഷ്ണുട്ടാ വീട്ട് താഴെ ഇറക്ക. അത്യാവശ്യത്തിന് ഓരോ കാര്യം ചെയ്യുമ്പോ എന്തായി കാണിക്കുന്ന? വിടാം വിടാം, ഇപ്പോഴല്ല, വിടാം. പോയോ? വിഷ്ണുട്ടാ ഇന്നൊന്ന് താഴെ നിർത്ത്. നമ്മുടെ സ്റ്റോപ്പ് എത്തിയേ. സ്റ്റോപ്പോ? ഇയാൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ്. വിട്ടു വിഷ്ണുട്ടാ. ഇന്നൊന്ന് താഴെ നിർത്ത്. താഴെ നിർത്താനുള്ള കിടത്താനാ പോകുന്നത്. അയ്യോ, വാതിലടച്ചില്ല. പൂട്ടിയോ? എന്ത് ചെയ്യാൻ പോവാ? കാണിച്ചുതരാം. ഇവരെന്തിനാ വാതില് പൂട്ടിയത്? സംഗതി ശരിയല്ലെന്നല്ലേ അതിനർത്ഥം. അകത്തെന്താ നടക്കുന്നതെന്നറിയാതെ ഒരു സമാധാനം ഇല്ലല്ലോ. ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ. ഇത് അപകടമാ. എന്താ ഇപ്പൊ ചെയ്യാ? ആന്റിയോട് പോയി വിവരം പറഞ്ഞാലോ? അല്ലെങ്കിൽ അത് വേണ്ട. ആന്റിയെ വിളിക്കാൻ പോകുന്ന സമയത്ത് അവരെന്തെങ്കിലും കള്ളത്തരം കാണിക്കും. രണ്ടിനെയും കൈയോടെ പിടിക്കാൻ പറ്റിയില്ലേ, ഞാൻ പിന്നെയും ചമ്മി നാറുകയും ചെയ്യും. അതിലും ഭേദം ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതാ. രണ്ടും ഇതിനകത്തുണ്ടെന്ന് ഉറപ്പിക്കാമല്ലോ. എനിക്കൊരു മനസമാധാനവും കിട്ടും. ഇനി ഇതിനൊന്നും കിട്ടില്ല. എടോ, പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇനി എന്താ? എന്ത് പ്രശ്നം കഴിഞ്ഞെന്ന്? പ്രീതിയുടെ കാര്യം അതല്ലായിരുന്നോ ഇവിടുത്തെ രൂക്ഷമായിട്ടുള്ള പ്രശ്നം?
അത് ഇയാളൊരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി പരിഹരിച്ചില്ലേ? ഇപ്പൊ ഇവിടെ എല്ലാരും ഹാപ്പിയാ. അമ്മ എന്തത്? അല്ല, ഞാൻ ഇതുവഴി പോയപ്പോ. ശരി, നീ ഇതുവഴി പോയപ്പോ? അതിന് പുതുവഴിയല്ലോ. അല്ല, ഞാൻ ഈ വാതിലിന് മുന്നിലൂടെ പോയപ്പോ. അല്ല, ഇവളെന്തീ പറയണേ? വിഷ്ണുവേട്ടന് മനസ്സിലായില്ലേ ഇവളിവിടെ ഒളിഞ്ഞു നോക്കി നിൽക്കുകയായിരുന്നു. ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ റൂമിന്റെ ഉള്ളിലേക്കാ? ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നും അല്ല. നോണ പറഞ്ഞ അടിച്ചു നിന്റെ 32 പല്ല് ഞാൻ താഴെ ഇടും. എന്ത് കാണാനടി നീ ഇവിടെ കാത്തു നിന്ന്? നിനക്ക് നാണമില്ലേടി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ? പണ്ട് പുഴവാക്കിലും തോട്ടിറമ്പിലും ഒക്കെ ഒളിഞ്ഞു നോട്ടക്കാരുണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആണുങ്ങളായിരുന്നു. ഞാനല്ലേട്ടാ. നീ ഇത്രയ്ക്ക് ചീപ്പായി പോയല്ലോ സുസ്മിത. UK-യില് ജോലി ചെയ്യുന്ന രാജശേഖരന്റെ മകൾ. സുസ്മിതേ, നീ എന്നോട് ഒരിക്കൽ പറഞ്ഞില്ലേ നിന്റെ സ്റ്റാൻഡേർഡ് എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ലെന്ന്? ശരിയാ, ഈ സ്റ്റാൻഡേർഡിലേക്ക് താഴാൻ എനിക്കൊരിക്കലും കഴിയില്ല. ശാലിനി, ഞാൻ ഇനി ഇവിടെ നിന്ന് താളം തുള്ളാതെ കടന്നു പോടി. അതെ, നീ പോയിട്ടേ ഞങ്ങക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. പൊക്കോ. ഇടി നാണം കെട്ടവളെ, ഇറങ്ങി പോടി. അയ്യയ്യയ്യേ, ഭയങ്കര മോശമായി പോയി. അയ്യോ, അയ്യയ്യേ. അത് കലക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനുണ്ട്? എന്ത്? എന്താ? സുസ്മിതയെ കല്യാണം കഴിപ്പിച്ചയക്കാൻ. എന്നാലേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. എന്നിട്ടെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോവാ. എന്റെ ഉറക്കം പോയി. എന്നാലേ വാതിൽ തുറന്ന് പുറത്തു വയ്ക്കാം. വേണ്ട വേണ്ട, അതെ വേണ്ട വേണ്ട, വരണ്ട്. ഉറക്കം തിരിച്ചു വരുന്നുണ്ട്. ആണോ? ഇപ്പോഴാണെങ്കിൽ ബെഡിന്റെ ഒരു മൂലയിലെങ്കിലും ചുരുണ്ടുകൂടാ. മൂലയെങ്കിൽ മൂല. എന്റെ ദൈവമേ, ഈ വിധി ഒരു ഭർത്താക്കന്മാർക്കും വരുത്തല്ലേ. എന്താ കിടക്കുന്നില്ലേ? കിടന്നോളാം. ഓ, അതിര് വേണമായിരിക്കും. വേണം. കൊച്ചു തെമ്മാടി. വല്ലതും പറഞ്ഞ? ഇല്ല. ഓ,
അത് അങ്ങേയറ്റം ബഹുമാനത്തോടെ കാണുന്നുണ്ട് ഞാൻ. പക്ഷേ 30 പവൻ സ്വർണത്തിന്റെ പേരിലാ നമ്മൾ തമ്മിലുള്ള കല്യാണം മുടങ്ങിയത്. പക്ഷെ 3 പവൻ പൊന്നുപോലും ഇല്ലാതെ എന്നെ സ്വീകരിക്കാനുള്ള വലിയ മനസ്സ് സാറ് കാണിച്ചു. അപ്പോഴും നമുക്കിടയിൽ ഒരു ധാരണയുണ്ടായിരുന്നു. 2 വീട്ടുകാരുടെ അംഗീകാരത്തോടെ വേണം ഒന്നിച്ച് ജീവിക്കാനെന്ന്. എന്റെ വീട്ടുകാർക്ക് മുൻപേ അതിന് 100 മനസ്സാ. പക്ഷെ സാറിന്റെ വീട്ടുകാരുടെ കാര്യോ, കല്യാണം കഴിഞ്ഞിട്ടും നമുക്ക് ഒന്നിച്ച് ജീവിക്കാനാവില്ലെന്ന് വന്നപ്പോ സാർ എന്നെ ഇങ്ങോട്ട് ഹോം നേഴ്സായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് സാർ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അമ്മയോടിപ്പോ നമ്മുടെ കല്യാണക്കാര്യം പറയാനാവില്ലെന്നും ആ ഷോക്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധം പേറി നടക്കേണ്ടി വരുമെന്നും. അമ്മയുടെ ആ അവസ്ഥ മെച്ചപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, മോശമായിട്ടേ ഉള്ളൂ. 1 അല്ല 2 അറ്റാക്ക് അമ്മയ്ക്കിപ്പോ ഉണ്ടായിരിക്കുന്നത്. അന്ന് സാറ് പറഞ്ഞതുപോലെ ഇനിയൊരു പക്ഷേ എന്റെ ശാരീരിക സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ? ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞപ്പോ മറുത്തൊരു വാക്ക് പറഞ്ഞില്ല അമ്മ. എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ 2ാമതും സാറ് തുനിഞ്ഞപ്പോഴാ അമ്മയ്ക്ക് അറ്റാക്ക് ഉണ്ടായതെന്നുകൂടി മറക്കണ്ട. ഇപ്പൊ ഒരു പക്ഷെ അമ്മയ്ക്ക് എതിർക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ സാറിന്റെ മനസ്സിനെ മാറാൻ പോകുന്നില്ല എന്ന് കരുതി അത് നീരസത്തോടെ സമ്മതിച്ചതെന്നതുകൂടി ആവാം. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? എന്നോടുള്ള നീരസത്തിലും വിദ്വേഷത്തിലും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച കുറ്റബോധം എനിക്കുണ്ടാവും സാർ. ശരി, അതിനിപ്പോ എന്ത് വേണമെന്ന് ഇയാൾ പറയുന്നേ? നമ്മൾ വീണ്ടും പിരിയണോ? സ്വപ്നത്തിൽ പോലും ആലോചിച്ച് കളയല്ലേ സാർ. കുറച്ചു കാലം കാത്തിരിക്കണം. പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ. മനസ്സിലായില്ല. എന്നെ പൂർണ്ണ മനസ്സോടെ മരുമകളായി അംഗീകരിച്ചതാ സാറിന്റെ അമ്മ. പക്ഷെ അന്ന് ശാരികയ്ക്ക് 30 പവൻ പൊന്നിന്റെ പകിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലാന്ന് മാത്രമല്ല, മുക്കുപണ്ടം കൊടുത്ത് കബളിപ്പിക്കാൻ ശ്രമിച്ച ഒരു കള്ളിയുടെ മുഖംമൂടി കൂടിയുണ്ട് എനിക്ക്. എന്റെ ശരീരം കടമുണ്ട് സാർ, അതെനിക്ക് വീട്ടണം. എടോ, 30 പവൻ അത് ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉള്ള ആളാ ഞാൻ. എന്റെ ഫ്രണ്ട്സ് നല്ല കപ്പാസിറ്റി ഉള്ളവരാ. ഒന്നില്ലെങ്കിലും ലക്ഷത്തിലധികം ശമ്പളം വാങ്ങിക്കുന്ന ഒരു കോളേജ് ലെക്ചർ അല്ലേടോ ഞാൻ. അതായത് സാറ് പണം നൽകി ആഭരണം വാങ്ങിയിട്ട് ശാരദാമ്മ തന്നതാണെന്ന് പറയണം. ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. എന്നാ അത് വേണ്ട സാർ. എടോ, അതിലെന്താ കുഴപ്പം? തന്റെ അമ്മ തന്നെ പറയാറില്ലേ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും നീന്നൊന്നും ഇല്ലാന്ന്. എന്റെ പണം തന്റെ പണം അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ആരെങ്കിലും ഒരാൾ കൊടുത്താ പോരെ? പോരെ സാർ, എന്റെ ആത്മാഭിമാനം അതിനെന്നെ സമ്മതിക്കില്ല. 3 പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ഭർത്താവ് ഉപേക്ഷിച്ചു പോയപ്പോ അയാളുടെ പിന്നാലെ പോയി കാലി പിടിക്കാതെ ചായക്കട നടത്തി കുടുംബം പുലർത്താമെന്ന് തീരുമാനിച്ച ഒരമ്മയുടെ മകളാ ഞാൻ. ആഹാ, അങ്ങനെ ചിലതും കൂടി നടക്കുന്നുണ്ടല്ലേ. വരട്ടെ, കാണാം. സാറിനൊപ്പം എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹമില്ലഞ്ഞിട്ടല്ല സാർ. പക്ഷെ സാർ എന്നോട് പൊറുക്കണം. അമ്മ, ഞാൻ കരുതി നിന്റെ കാതിൽ ഈ ഒരുക്കി ഒഴിച്ചിരിക്കുകയാണെന്ന്. അമ്മയ്ക്ക് എന്താ വേണ്ടേ? എനിക്കെന്താ വേണ്ടത് നിനക്കറിയില്ലേ? എന്റെ മുട്ടിന് തേയ്മാനമുണ്ട്. രാത്രിയായ കടച്ചിലും വേദനയും കൂടും.
ആർക്കെങ്കിലും അതൊന്ന് തടവി തരാൻ മനസ്സുണ്ടായാ വേദനയ്ക്കൊരു ശമനം കിട്ടും. ഞാൻ തടവി തരാം അമ്മയ്ക്ക്. ഒന്ന് അമർത്തി തടവടി. ഈയിടെയായിട്ട് നിന്റെ തടവലി സുഖിപ്പിക്കലും ഒക്കെ ഇത്തിരി കൂടുതലാണല്ലോ. എന്റെ അമ്മ അല്ല, നിന്റെ ഈ അമ്മയെ വിളി തന്നെ. അങ്ങോട്ട് പോയപ്പോ ഞാൻ ആന്റി ആയിരുന്നു, തിരിച്ചു വന്നപ്പോ അങ്ങ് അമ്മയായി. കാൽപ്പവൻ പൊന്നില്ലാതെ കയറി വന്നതിന്റെ കുറവ് നികത്താനാ സ്നേഹം പൊതിഞ്ഞു തരുന്നേന്ന് മനസ്സിലായി. അതിലൊന്നും വിജയലക്ഷ്മി വീടില്ല മോളെ. ഈ ബുദ്ധി നിനക്ക് ശാരദാമ്മയായിരിക്കും പറഞ്ഞു തന്നത് അല്ലേ? അല്ലമ്മേ. പിന്നെ ഞാനാ? നിനക്കെന്താടാ ഇവിടെ കാര്യം? ശാരികയ്ക്ക് എന്താണ് ഇവിടെ കാര്യം? അത് തന്നെ. അമ്മയുടെ കാൽമുട്ടിന് തേയ്മാനം ഉണ്ടെങ്കിൽ അത് തടവി തരാൻ മരുമകളെക്കാളും ബാധ്യത മകനാ. ഓ, അതാണോ കാര്യം? മതിയടി തടവിയത്. മുട്ട് കഴിച്ച് പൊട്ടിപ്പോകുന്ന വേദനയാ. അന്ന് തടവി തന്നെന്ന് വെച്ച് നിന്റെ ഭാര്യയുടെ കയ്യിലെ വള ഊരിപ്പോകും അല്ലടാ. അമ്മയുടെ കാൽമുട്ടിന് ചെറിയൊരു തേയ്മാനം ഉണ്ടെന്ന് പണ്ട് ഏതോ ഡോക്ടർ പറഞ്ഞത് ശരിയാ. അത് മരുന്ന് കഴിച്ച് കൺട്രോൾ ആയതായിട്ടായി എന്റെ അറിവ്. ശാരിക ഇവിടെ വരുന്നത് വരെ ആർക്കും ഒരു മുട്ടുവേദനയോ മുട്ടുതടവലോ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ അഭിനയാണെന്നാണോ നീ പറയുന്നേ? അതമ്മയുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചാൽ മതി. എനിക്ക് ഇത് തന്നെ കിട്ടണോടാ. നിന്നെ പ്രസവിച്ച് പാലൂട്ടി വളർത്തി പൊന പോലെ ആക്കിയില്ലേ. ഇനി അമ്മ വെറും ചണ്ടി. മതിയടാ മതി. ഇനി നിന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചോണ്ടെങ്കിൽ ഇരുന്നാ മതി. അമ്മ ചത്താലും നീ തിരിഞ്ഞു നോക്കണ്ട. ഒരുമാതിരി വൃത്തിയായിട്ട വർത്താനം പറയരുത്. മനസാക്ഷിക്ക് നിരക്കാത്ത വർത്താനം പറഞ്ഞ അമ്മയായാലും അതിനുള്ള മറുപടി പറയും ഞാൻ. മനസ്സിൽ നിന്ന് പിന്നെ അത് മായ്ച്ചളാൻ പറ്റിയെന്ന് വരത്തില്ല. സാർ എന്താ ഇത്? ഇയാളൊന്നും ഉണ്ടായിരുന്നേ. അമ്മ അമ്മാവനും കൂടി ഇവിടെ നടത്തുന്ന സർവ്വ നാടകങ്ങളും മനസ്സിലാക്കി തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നേ. നിങ്ങൾ രണ്ടാളോടുള്ള ബഹുമാനം കൊണ്ട് ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ കുനിഞ്ഞു നിൽക്കുന്നവന്റെ തലയെ ചവിട്ടരുത്. അത് മര്യാദയല്ലമ്മേ. ശാരിക ഈ വീട്ടിലെ സർവ്വ ജോലികളും ചെയ്യുന്നുണ്ട്. അതൊരു മരുമകളുടെ കടമയാണെന്ന് പറഞ്ഞ് ഒഴിയാ അമ്മയ്ക്ക്. ഹാർട്ട് അറ്റാക്ക് വന്നെങ്കിലും ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തത്ര ക്ഷീണമൊന്നും ഇല്ല അമ്മയ്ക്ക്. ആരോഗ്യസ്ഥിതി നേരെ ആവണമെങ്കിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യണമെന്നാ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതിന് അമ്മ എന്തോ ചെയ്യുന്നേ? ഈ കട്ടിലിൽ നിന്നൊന്ന് എണീറ്റ് നടക്കുകയോ ഒരു കട്ടൻ ചായിട്ട് കുടിക്കുകയോ ചെയ്യുന്നുണ്ടോ? ശാരിക ഇവിടെ ഉണ്ടെന്നുള്ള സൗകര്യത്തില് അമ്മയ്ക്ക് ഊണ് കഴിഞ്ഞ് കൈ കഴുകാനുള്ള വെള്ളം പോലും ബെഡിൽ കൊണ്ടുവന്ന് കിട്ടണം. എന്നിട്ടൊരു സ്നേഹവാക്കോ നന്ദിയോ കിട്ടുന്നുണ്ടോ ഇയാൾക്ക്? എപ്പ നോക്കിയാലും അമ്മയുടെ നാവിന്ന് വീഴുന്നത് പൊന്നിന്റെ പണത്തിന്റെ കണക്കാ. അമ്മ ജനിച്ചപ്പോ 4 നേരവും പാലിന് പകരം പൊന്നൊരുക്കിയാണോ നാവിലേക്ക് ഒഴിച്ചു തന്നത്? നൂലുകെട്ട് ചടങ്ങിന് ചോറിന് പകരം നോട്ടുകെട്ടാണോ വായിലേക്ക് തിരികെ തന്നത്? ഈ നിൽക്കുന്നതേ എന്റെ ഭാര്യ, ഈ വീട്ടിലെ വേലക്കാരിയല്ല. അതുകൊണ്ട് അവളോട് അങ്ങനെയുള്ള പെരുമാറ്റം വേണ്ട. മേലാൽ ഈ വീട്ടിൽ പൊന്നിന്റെയോ പണത്തിന്റെയോ കണക്ക് കേൾക്കാനും പാടില്ല. അങ്ങനെ ഉണ്ടായാ അത് കേൾക്കേണ്ടാത്ത ഒരിടത്തേക്ക് ഇവളെയും കൊണ്ട് താമസം മാറും ഈ രാജീവ്. പറഞ്ഞില്ല എന്ന് വേണ്ട. അമ്മ കിടന്നോ, ഞാൻ മുട്ട് തടവി തരാം. എന്റെ പട്ടിക്ക് വേണം നിന്റെ തടവല്. ഇറങ്ങി പോടി എന്റെ മുറിയുന്നു. അമ്മേ, എടി ഇറങ്ങി പോവാൻ. എടി പോകാൻ. അമ്മേ, ഇറങ്ങി പോടി.
വല്ലാത്തൊരു ഭാര്യ വന്നേക്കുന്നു. എന്താ ഭാമിനി ആലോചിക്കുന്നത്? പ്രീതി അയക്കുന്ന കാര്യമാണോ? പ്രീതി ആ വീട്ടിലേക്ക് എങ്ങനെ അയക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു. രാഘവേട്ട, വസുമതിയുടെ അടുത്തേക്ക്. വസുമതിയുടെ അടുത്തേക്കല്ലല്ലോ നമ്മൾ അവളെ അയക്കുന്നത്. അവളുടെ ഭർത്താവ് അർജുൻ്റെ അടുത്തേക്കല്ലേ? ആ വീട്ടിൽ വസുമതി കൂടി ഉണ്ടെന്ന് കരുതിയാൽ മതി. പിന്നെ മുമ്പ് അവർക്കൊപ്പം താമസിച്ചിട്ടുള്ളതല്ലേ പ്രീതി. ചെറിയ രസക്കേടുകളും നീരസങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒരു കുടുംബമാവുമ്പോൾ സാധാരണയാ. പിന്നെ നിന്റെ മരുമകൾ ശാലിനിക്കൊപ്പം ഒത്തുപോകാൻ കഴിയുന്നുണ്ടോ നിനക്ക്? ഇതേ രീതിയിൽ ആശങ്കകളും ആധികളുടെ അമ്മ തന്നെയല്ലേ ആ ശാരദാമ്മയും. എന്നിട്ടും അവര് ശാലിനിയോട് ഇവിടെ താമസിക്കണ്ടെന്ന് പറയുന്നുണ്ടോ? അർജുൻ്റെ അമ്മയാ വസുമതി. അവന് അവരെയോ അനുജിത്തെയോ ഉപേക്ഷിക്കാനാവില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തെറ്റാ. എല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക രാഘവേട്ട ഞാൻ. പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പോഴും അവൾ ആ പൊടിക്കുഞ്ഞ് ഒരു റോസ് കളർ ഫ്രോക്കൊക്കെ ഇട്ട് ഈ മുറ്റത്തുകൂടി ഓടി നടന്നുകൊണ്ടിരുന്ന ഒരു 5 വയസ്സുകാരി. ഒരു പൂച്ചയെ കണ്ടാൽ പോലും പേടിച്ചോടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിരുന്ന പൊട്ടിപ്പെണ്ണ്. അതാ എനിക്കിപ്പോഴും എന്റെ പ്രീതി. മനസ്സിലാവും ഭാമേ, എല്ലാ അമ്മമാരുടെ ഉള്ളിലും ഇത്തരം ആശങ്കകളൊക്കെ ഉണ്ട് എന്ന് കരുതി എക്കാലവും പെൺമക്കളെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റുമോ? അർജുൻ്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോ അവൾ എത്ര സന്തോഷിക്കുന്നത് നീ കണ്ടോ? ഒരു വർഷം അവൾ ഈ വീട്ടിൽ നിന്നപ്പോ അവൾ അനുഭവിച്ച വീർപ്പോട്ടിൽ എത്രയാന്ന് അതിൽ നിന്ന് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. അന്ന് നീ പ്രീതിയുടെ മനസ്സ് കണ്ടില്ല. ഒരു നിസ്സാര വാശിയുടെ പേരില് പ്രീതി അർജുനെ കാണുന്നതിൽ നിന്നും സംസാരിക്കുന്നതിൽ നിന്നും നീ വിലക്കി. അന്ന് അവൾ അനുഭവിച്ച ഹൃദയവേദന എത്രയാന്ന് അളന്നു നോക്കാൻ പറ്റുമോ നിനക്ക്? പലപ്പോഴും പലതിനും ഇവിടെ മൂകസാക്ഷിയാണ് ഞാൻ ഭാമേ. മനസ്സ് ശുദ്ധമാണെങ്കിലും ഒരു തീരുമാനമെടുത്ത അതിൽ നിന്ന് മാറില്ലെന്നൊരു കുറവ് നിനക്കുണ്ട്. സ്വന്തം ഹൃദയവിചാരങ്ങൾ പോലും പങ്കുവയ്ക്കാൻ ആരുമില്ലാതെ പ്രീതി ഇവിടെ ഒറ്റപ്പെട്ടപ്പോ അവൾക്ക് രക്ഷയായത് ശാലിനിയാ. പ്രീതിയുടെ ഇപ്പോഴത്തെ സന്തോഷത്തിന് പിന്നിലും പ്രീതിയും അർജുനും തമ്മിൽ ഒന്നിക്കുന്നതിന് പിന്നിലും നമ്മുടെ പേരക്കിടാവിനൊരു കേടുപാടും കൂടാതെ സമ്മാനിക്കുന്നതിന് പിന്നിലും എല്ലാം ശാലിനിയാ. വാസ്തവത്തിൽ നീ ചെയ്യേണ്ട കാര്യങ്ങളാ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് പ്രീതിക്കായ ശാലിനി ചെയ്തത്. എല്ലാം എനിക്ക് മനസ്സിലായി വരുന്നുണ്ട് രാഘവേട്ട.
ആഹാ, അർജുനിപ്പം പോ ഇത്ര വേഗം റെഡിയായ മോള്? അച്ഛ പ്രീതി ഇന്നലെ റെഡിയായി. എപ്പ പോയിന്ന് ചോദിച്ചാ മതി. മോർണിംഗ് വന്നേ, ചോദിക്കട്ടെ. പുതിയ സാരി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദരിയായല്ലോ എന്റെ പൊന്നുമോള്. ആരാ ഇങ്ങനെ ഒരുക്കിയത്? ശാലിനി അമ്മേ. മോളെ, അവര് വരാറായില്ലേ? 7:30 മുതൽ 9 വരെയാ രാഹുകാലം. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ മതിയെന്ന് ഞാൻ അർജുനേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഹോ, അത്രയൊക്കെ കരുതലോടെയാ മോളെ ഇറക്കി വിടുന്നത്. എന്താ സുസ്മിത, നിനക്ക് എന്തിന്റെ കേടാണ്? അല്ല, കല്യാണം കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞോ പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് അയക്കുമ്പോ ഈ രീതിയിൽ മുഹൂർത്തം നോക്കലൊക്കെ കാണാറുണ്ട്. ഒരു പാവം പെൺകുട്ടിയെ ഇങ്ങനെ പൊട്ടക്കിണറ്റിലേക്ക് ചവിട്ടി തള്ളുമ്പോഴേ എന്തിനാ നാള് മുഹൂർത്തമൊക്കെ നോക്കുന്നേ? ഭാമേ, നീ ഇത് കേൾക്കുന്നില്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പൊട്ടക്കിണറ്റിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണെന്ന്. സുസ്മിത, ഭാമാന്റിന്നല്ല, ഇവിടെയുള്ള ആര് വേണേലും എന്നെ തല്ല് കൊല്ല് എന്ത് വേണേലും ചെയ്തോ. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും. ഈ വീട്ടിൽ അതിനുള്ള അവകാശം ഭാമാന്റി തന്നെ എനിക്ക് തന്നിട്ടുള്ളതാ. പ്രീതി എനിക്ക് എന്റെ സ്വന്തം സഹോദരിയെ പോലെയാ. പക്ഷെ അവളെ ഇപ്പൊ ഈ ചവിട്ടി തള്ളുന്നത് പൊട്ടക്കിണറ്റിലേക്ക് നല്ല ഞാൻ പറയാ. അടിനരകംന്നോ പാതാളെന്നൊക്കെ പറയും. സുസ്മിത, നീ നാവടക്ക്. ഞാൻ പറയും വിഷ്ണുവേട്ടാ. നിങ്ങളിപ്പോ പറഞ്ഞയക്കുന്ന വീട്ടിൽ പ്രീതിക്ക് എന്താ സേഫ്റ്റി? മുമ്പൊരു വട്ടം പ്രീതിയുടെ കുഞ്ഞിനെ കണ്ണിച്ചോര ഇല്ലാതെ നശിപ്പിച്ചവരവര്. അന്ന് മറ്റാരും ഇല്ലായിരുന്നെങ്കിൽ അവിടെ കിടന്നു തന്നെ തീർന്നേനെ പ്രീതി. ഇപ്പൊ വീണ്ടും പ്രീതി അവിടേക്ക് തന്നെ പറഞ്ഞേക്കുക. നന്നായിരിക്കുന്നു. ഇവളൊരുത്തിയുടെ വാക്ക് വിശ്വസിച്ച ഇത് ചെയ്യുന്നെങ്കിൽ അതിനൊരു ഗ്യാരണ്ടിയും വേണ്ട. മേനി നടിക്കാനും ആന്റിയുടെ പ്രീതി പിടിച്ചു പറ്റാനും വേണ്ടി ഇവൾ എന്തും ചെയ്യും. സ്വന്തായിട്ട് ഇല്ലാത്ത ഗർഭം ഉണ്ടാക്കി ആന്റിക്ക് മുന്നിൽ കള്ളം പറഞ്ഞു നിന്നവളാ ഈ ഇവള്. സുസ്മിതേ, ദേ പ്രീതിയെ വസുമതി ആന്റിയും കൂട്ടരും കിണറ്റി തള്ളിയിട്ടോ ഫാനിൽ കെട്ടി തൂക്കിയോ കൊല്ലില്ല എന്നുള്ളതിന് ആന്റിക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത്?